Hi students, welcome to the Smart Commerce channel classes. ക്ലാസ്സുകൾ നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഉപകാരപ്രദമെങ്കിൽ മറ്റുള്ളവർ കൂടി പരമാവധി ഷെയർ ചെയ്യണം, നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ചെയ്യുക. ക്ലാസ്സുകൾ തുടർച്ചയായി ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻസിന് വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. We begin the Indian financial system in financial markets and operations. The first topic in the module is savings and investment. First is savings. What do you mean by savings? Savings is that part of income set apart on regular basis. It is that portion of income not spent on consumption. In economist version, savings mean spending less at present to spend more in future. Now savings in general depends on two elements: the capacity to save and the willingness to save. എന്താണ് ഈ സമ്പാദ്യം? വരുമാനത്തിൽ നിന്ന് പതിവായി മാറ്റിവെക്കുന്ന ഭാഗത്തിനാണ് സമ്പാദ്യം എന്ന് പറയുന്നത്. വരുമാനത്തിൽ നിന്ന് ഉപഭോഗത്തിന് വേണ്ടി ചിലവഴിക്കാതിരിക്കുന്ന ഭാഗത്തിനാണ് സമ്പാദ്യം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ചിലവഴിക്കാതെ മാറ്റിവെക്കുന്ന ഭാഗമാണ് സമ്പാദ്യം. സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരുടെ വിശദീകരണത്തിൽ സമ്പാദ്യം എന്ന് പറഞ്ഞാൽ ഭാവിയിൽ കൂടുതൽ ചിലവഴിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ കുറച്ചു മാത്രം ചിലവഴിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറച്ചു മാത്രം ചിലവഴിച്ചിട്ട് ചിലവഴിക്കാതെ മാറ്റിവെക്കുന്ന ബാക്കി ഭാഗത്തിനാണ് സമ്പാദ്യം എന്ന് പറയുന്നത്. ഇനി സമ്പാദ്യം രണ്ട് ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും. ഒന്ന് സമ്പാദിക്കുന്നതിനുള്ള കഴിവ്, രണ്ട് സമ്പാദിക്കുന്നതിനുള്ള താല്പര്യം. നെക്സ്റ്റ് ഈസ് ഇൻവെസ്റ്റ്മെന്റ്. വാട്ട് ഈസ് ഇൻവെസ്റ്റ്മെന്റ്? Mere savings will not be of any use unless it is invested in some assets. To invest is to employ savings for acquiring some assets that will generate income and will appreciate its value in future. Thus, when savings are employed to buy some assets or is made into capital to produce goods and services, it is investment. Investments may be made in capital goods or assets, shares, debentures, bonds, etc. എന്തെങ്കിലും അസറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ വെറുതെ സേവിങ്സ് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അതുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വരുമാനം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഭാവിയിൽ മൂല്യം വർദ്ധിക്കുന്ന അസറ്റ്സ് വാങ്ങുന്നതിന് വേണ്ടി സേവിങ്സ് ഉപയോഗപ്പെടുത്തുക എന്നാണ് അർത്ഥം. അതുകൊണ്ട് അസറ്റ്സ് വാങ്ങുന്നതിനായി അല്ലെങ്കിൽ സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള ക്യാപിറ്റലായി മാറ്റുന്നതിനായി സേവിങ്സിനെ ഉപയോഗപ്പെടുത്തുന്നതിനാണ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ക്യാപിറ്റൽ ഗുഡ്സിൽ അല്ലെങ്കിൽ അസറ്റ്സിൽ, ഷെയറുകളിൽ, ഡിബഞ്ചറുകളിൽ, ബോണ്ടുകളിൽ ഒക്കെ ഇൻവെസ്റ്റ്മെന്റ് നടത്താവുന്നതാണ്. Thus, savings is amount left over after spending. Investment is employing the savings for acquiring the assets with the goal of generating income or capital appreciation. അതുകൊണ്ട് സേവിങ്സ് എന്ന് പറഞ്ഞാൽ ചിലവഴിച്ചതിന് ശേഷം മാറ്റിവെക്കുന്ന തുകയാണ്. വരുമാനം ഉണ്ടാക്കുക അല്ലെങ്കിൽ മൂല്യം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി അസറ്റ്സ് വാങ്ങുന്നതിനായി സേവിങ്സ് ഉപയോഗപ്പെടുത്തുന്നതിനാണ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. Now let's come to financial system. What do you mean by financial system? Financial system refers to a set of activities which facilitate the transfer of savings from the savers to the users or borrowers. It is an institutional framework that mobilizes savings from the servers and provide them to the different users. Therefore, the financial system facilitates transformation of savings into investment. സേവേഴ്സിന്റെ പക്കൽ നിന്ന് സേവിങ്സ് അതിന്റെ ഉപയോഗമുള്ളവരിലേക്ക് അല്ലെങ്കിൽ കടം ആവശ്യമുള്ളവരിലേക്ക്
മാറ്റുന്നതിനായി സഹായിക്കുന്ന പ്രവർത്തനങ്ങൾക്കാണ് ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. സേവേഴ്സിന്റെ പക്കൽ നിന്ന് സേവിങ്സ് സമാഹരിക്കുകയും അത് ആവശ്യമുള്ളവർക്ക് ലഭ്യമാക്കുകയും ചെയ്യുന്നതിന് വേണ്ടി ഒരു രാജ്യത്ത് നിലവിലുള്ള സ്ഥാപനങ്ങളുടെ ഒരു ചട്ടക്കൂടിനാണ് ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. അതുകൊണ്ട് സേവിങ്സിനെ ഇൻവെസ്റ്റ്മെന്റ് ആക്കി പരിവർത്തനം ചെയ്യുന്നതിന് സഹായിക്കുന്ന സംവിധാനത്തിനാണ് ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. A sound financial system mobilizes savings and invests them in productive ventures. It facilitates economic development and growth. അതുകൊണ്ട് ഒരു രാജ്യത്ത് ഭദ്രമായ ഒരു സാമ്പത്തിക സംവിധാനം ഉണ്ടെങ്കിൽ അത് സമ്പാദ്യങ്ങൾ സമാഹരിക്കുകയും അത് ലാഭകരമായ ഉൽപാദനക്ഷമമായ സംരംഭങ്ങളിൽ നിക്ഷേപിക്കുകയും ചെയ്യും. അങ്ങനെ അത് രാജ്യത്തിന്റെ സാമ്പത്തിക വികസനവും വളർച്ചയും സാധ്യമാക്കുന്നു. Now next is Indian financial system. Indian financial system includes both organized and unorganized sectors. The Reserve Bank of India plays a major role in the Indian financial system. It controls the activities and institutions in the financial system. The Reserve Bank of India Act 1934, the Banking Regulation Act 1949 and other acts provides the power to the Reserve Bank of India to control the financial system. സംഘടിതവും അസംഘടിതവുമായ മേഖലകൾ അടങ്ങുന്നതാണ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം. ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു പ്രമുഖ പങ്ക് വഹിക്കുന്നു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഫിനാൻഷ്യൽ സിസ്റ്റത്തിലെ സ്ഥാപനങ്ങളെയും പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത്. 1934 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ടും 1949 ബാങ്കിംഗ് റെഗുലേഷൻ ആക്ടും മറ്റ് നിയമങ്ങളുമാണ് ഫിനാൻഷ്യൽ സിസ്റ്റത്തെ നിയന്ത്രിക്കുന്നതിനുള്ള അധികാരം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് നൽകുന്നത്. അടുത്ത ക്ലാസ്സുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.